ഒന്ന് പല തെറ്റിദ്ധാരണകളും ബി.ജെ.പിയുടെ വക്താവ് പരത്തുന്നുണ്ട്. ഒന്ന്, ദീപിക ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഞാൻ കഴിഞ്ഞ 36 കൊല്ലമായി അതിനകത്ത് ജോലി ചെയ്യുന്ന ആളാണ്. എഡിറ്റോറിയലിലെ ചീഫ് എഡിറ്റർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും രണ്ടാമത്തെ എഡിറ്റർ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ 25 കൊല്ലമായി ഡൽഹിയിലെ ബ്യൂറോ ചീഫാണ്. അപ്പൊ ദീപികയെ കുറിച്ച് കൃത്യമായി അറിയാമെന്ന് പറയാൻ വേണ്ടി മാത്രമേ പറഞ്ഞു. ദീപികയിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നു, എഡിറ്ററായി തന്നെ, ഡൽഹിയുടെ ബ്യൂറോ ചീഫാണ്. അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്, ഒരു വ്യക്തിയുടെ അല്ല, ഏതെങ്കിലും ഒരു സഭയുടെ അല്ല. എന്നാൽ ഇതിനകത്ത് കത്തോലിക്ക സഭയ്ക്ക് ഭൂരിപക്ഷം ഒരു ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. അതിന്റെ അർത്ഥം ഇത് കത്തോലിക്ക സഭയുടെ മുലപത്രമല്ല, കത്തോലിക്ക സഭയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സെക്യുലർ ദിനപത്രമാണ്. അത് ഒരു കാര്യം അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഒന്ന്, പരസ്യം ഉൾപ്പെടെ PC ജോർജിന്റെ ഏറ്റവും വലിയ ആക്ഷേപം അദ്ദേഹത്തിന്റെ ഫോട്ടോ കൊടുക്കും. ഞാൻ കഴിഞ്ഞ ഇലക്ഷൻ കാലത്തെ എല്ലാ ദിവസത്തെയും പത്രം, ഞാനിപ്പോ പാലായിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാ പത്രവും എടുത്തു നോക്കി. എല്ലാ ദിവസവും അവിടെയുള്ള LDF UDF കാൻഡിഡേറ്റ്സും കൊടുക്കുന്ന അതേ പ്രാധാന്യം പാലായിൽ ഷോൺ ജോർജിനും പൂഞ്ഞാറിൽ PC ജോർജിനും അദ്ദേഹത്തിന്റെ ഫോട്ടോ എല്ലാ ദിവസവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ പക്ഷെ ഇതൊക്കെ കള്ളമാണ്. പിന്നെ ബി.ജെ.പിയുടെ പരസ്യത്തിന്റെ കാര്യം പറയുന്നത് കേട്ടു, കോൺഗ്രസിന്റെ പരസ്യം. എന്നാൽ ഞാനിവിടെ ഔദ്യോഗികമായി പറയുന്നു, കോൺഗ്രസ് തന്നതിൽ കൂടുതൽ പണം ബി.ജെ.പിയാണ് തന്നത്. ഒന്നാം പേജ് മുഴുവൻ പേജുകളും പല ദിവസങ്ങളിൽ തന്നു, അര പേജ് തന്നു, 1/4 പേജ് തന്നു. ബി.ജെ.പി തന്നിടത്തോളം പണം കോൺഗ്രസ് തന്നിട്ടില്ല. അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ അങ്ങ് മാറി നിൽക്കട്ടെ. CPM തന്നു, ഇടതുമുന്നണിയും തന്നു. അപ്പൊ ഞങ്ങളൊരു പൊതു പത്രമാണ്, ഞങ്ങൾക്ക് എല്ലാ സമൂഹത്തിലേക്കും ചെല്ലണം. ഇതൊരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ആദ്യം പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത്തെ ഈ പ്രധാന പോയിന്റുകള്, ഒന്ന്, ഇവിടെ ഞങ്ങൾക്ക് PC ജോർജോ ഷോൺ ജോർജിനോടൊന്നും ഒരു വിരോധമില്ല. വ്യക്തിപരമായി എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. കഴിഞ്ഞ 10-40 വർഷത്തിലേറെയായി ജോർജ് എന്റെ വളരെ അടുത്ത സുഹൃത്താണ്.